ഹലോ എവ്രി വൺ. അങ്ങനെ നമ്മുടെ ബിനാലെ സീരീസിന്റെ, അതായത് ഇത് കലയാണോ അതോ വാഴ കൊലയാണോ എന്നുള്ള വീഡിയോന്റെ സെക്കൻഡ് പാർട്ടാണ്. ആലപ്പുഴയിൽ നിന്ന് ട്രെയിൻ കയറി എറണാകുളം സൗത്തിൽ ഇറങ്ങി. എറണാകുളം സൗത്തിൽ നിന്ന് മെട്രോ ട്രെയിൻ കയറി മഹാരാജാസ് കോളേജിന്റെ അവിടെ ഇറങ്ങി. മഹാരാജാസ് കോളേജിന്റെ അവിടെ നിന്ന് ഇലക്ട്രിക് ഫീഡർ ബസ് കയറി വാട്ടർ മെട്രോയുടെ അവിടെ എത്തി. പിന്നെ ഒരു വാട്ടർ മെട്രോ ബോട്ടിൽ കയറി ഫോർട്ട് കൊച്ചി എത്തി. വാട്ടർ മെട്രോയിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. സൺഡേ കൂടെ ആയതുകൊണ്ട് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഏരിയയിലോട്ടൊക്കെ വരാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഉണ്ടായിരുന്നു. ഒരു 1.5 മണിക്കൂർ വാട്ടർ മെട്രോയ്ക്ക് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നിങ്ങൾക്ക് വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാകും എത്രമാത്രം തിരക്ക് ആയിരുന്നെന്ന്. എന്നാലും ആ ഒരു തിരക്കിന്റെ ഒരു വിഷമമൊന്നും നമുക്ക് ഫീൽ ആയില്ല. കാരണം വാട്ടർ മെട്രോ ഫുൾ AC-യാണ്. നമ്മൾ സാധാരണ ഒരു മെട്രോ ട്രെയിനിൽ ഇരിക്കുന്ന അതേ ഫീൽ തന്നെയാണ് വാട്ടർ മെട്രോയിൽ ഇരിക്കുമ്പോഴത്തേക്ക്. ആകെ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ, ഒന്ന് വെള്ളത്തിൽ കൂടി സഞ്ചരിക്കുന്നു. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വാട്ടർ മെട്രോ. അത് മാത്രമല്ല, വാട്ടർ മെട്രോയ്ക്കകത്ത് വലിയ ടിക്കറ്റ് ചാർജ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് ചെലവായത് ഫ്രം ഹൈക്കോർട്ട് ജംഗ്ഷൻ ടു ഫോർട്ട് കൊച്ചി എനിക്ക് തോന്നുന്നു 50 rupees ആയിരുന്നെന്ന് തോന്നുന്നു. പക്ഷെ ആ ഒരു 50 rupees വെറുത്താണ് കേട്ടോ. കാരണം ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് മനസ്സിലാകും. അങ്ങനെ നമ്മൾ കൊച്ചി മുസറിസ് ബിനാലെയുടെ മെയിൻ വെന്യൂവിൽ എത്തിയിരിക്കുകയാണ്, ഇൻ ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ ഈ ഒരു മെയിൻ വെന്യൂവിലേക്ക്. ഈ വീഡിയോയിൽ കൊച്ചി മുസറിസ് ബിനാലെയുടെ മെയിൻ വെന്യൂവിൽ നിന്നുള്ള ആർട്ട് എക്സിബിറ്റ്സും പെയിന്റിങ്സുമാണ് ഹൈലൈറ്റ്സ്. ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും അല്ലാതെ ബിനാലയ്ക്ക് വേറൊരു സ്ഥലത്തൂടെ വെന്യൂ ഉണ്ട്, വെല്ലിംഗ്ടൺ ഐലൻഡ്. അടുത്ത വീഡിയോയിൽ, അതായത് പാർട്ട് 3-ൽ വെല്ലിംഗ്ടൺ ഐലൻഡിലുള്ള വെന്യൂ ഇടുന്നതായിരിക്കും. ഇതിന്റെ പാർട്ട് 1-ൽ നമ്മൾ മട്ടാഞ്ചേരിയിലും ഫോർട്ട് കൊച്ചിയിലും ഒക്കെ ആയിട്ട് മെയിൻ വെന്യൂ അല്ലാതെ മറ്റു വെന്യൂസിലുള്ള ആർട്ട് എക്സിബിറ്റ്സിന്റെയും പെയിന്റിങ്സിന്റെയും വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു. അതെല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴത്തേക്ക് മെയിൻ വെന്യൂ അധികം നടന്ന് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം ഒന്നുകൂടെ പോയി മെയിൻ വെന്യൂ ഒന്ന് നല്ലതുപോലെ കവർ ചെയ്തു. മെയിൻ വെന്യൂവിലോട്ട് കയറാനായിട്ട് എൻട്രി പാസ് ഉണ്ട്. ഇതിന്റെ ചാർജ് വരുന്നത് 200 രൂപയാണ്. പക്ഷേ പാസ് ഒന്നും ഇല്ലാതെ നമുക്ക് ചുമ്മാ കയറിയും കാണാൻ പറ്റുന്ന ഒരുപാട് വെന്യൂസ് ഉണ്ട്. ഇത് ഒരു ദിവസത്തേക്കാണ് 200 രൂപ. ഇപ്പോൾ നിങ്ങളൊരു 1000 രൂപ കൊടുക്കുകയാണെങ്കിൽ ഈ ബിനാലെ നടക്കുന്നിടം വരെ എത്ര സമയം വേണമെങ്കിലും വന്ന് ഈ ബിനാലെ എങ്ങനെയാൻ പറ്റും, ലിമിറ്റില്ല. ആർട്ട് ഇൻസ്റ്റലേഷൻസ് ഒക്കെ കണ്ട് കഴിഞ്ഞാൽ നമുക്കൊരർത്ഥവും തോന്നത്തില്ല. നമ്മൾ വിചാരിക്കും ഇത് എന്തുവാ ഇവിടെ കാണിച്ച് വച്ചേക്കുന്നത്. പക്ഷെ ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് അർത്ഥങ്ങൾ കാണുമായിരിക്കും അല്ലേ. സത്യം പറഞ്ഞാൽ ഒരു കലാരൂപം കണ്ടാലും അത് കലയാണെന്ന് മനസ്സിലാക്കാനുള്ള കലാപരമായിട്ടുള്ള ഒരു ബോധം ഉള്ളത് തന്നെ ഒരു വലിയ സംഭവമാണ്. ഒരു
കലാകാരൻ എപ്പോഴും ഒരു കലാപരമായിട്ടുള്ള ഒരു ബോധമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ അത് കലയാണോ അതോ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കല ഒളിച്ചിരിപ്പുണ്ടോ, അല്ലെങ്കിൽ ഈ കാണിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ആർട്ട് ഇൻസ്റ്റലേഷന്റെ പിന്നിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു കലാപരമായിട്ടുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു കോൺഷ്യസ്നെസ് ഇല്ലാത്ത ഒരാൾക്ക് പറ്റത്തില്ല. അപ്പോൾ അതുപോലത്തെ ഒരു കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു മൈൻഡ് ഉള്ള ആൾ പോയി ഇത് കണ്ട് എൻജോയ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ അതുപോലത്തെ ഒരു ആൾക്ക് മാത്രമേ ഈ ഒരു ബിനാലെ കൊണ്ട് എന്തെങ്കിലും ഒരു എൻജോയ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആസ്വാദനം സാധിക്കുകയുള്ളൂ. സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിലെ വലിയ ഒരു ഈഗോ തകർന്ന് തരിപ്പണമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു ഇത്. കാരണം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാനൊരു കലാകാരനാണ്, എനിക്ക് കല ആസ്വദിക്കാനൊക്കെയുള്ള കഴിവുണ്ട്, കലാപരമായിട്ടുള്ള സൃഷ്ടികളുടെ പിന്നിലുള്ള അർത്ഥങ്ങളൊക്കെ ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് സാധിക്കും. ഈ ഒരു ഈഗോ തകർന്ന് തരിപ്പണമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു ഇത്. സത്യം പറഞ്ഞാൽ എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. വേണമെങ്കിൽ ഞാൻ കുറച്ച് സമയം കൂടെ അവിടെ സ്പെൻഡ് ചെയ്ത് എല്ലാം ഒന്ന് കണ്ടു നിന്ന് മനസ്സിലാക്കുകയായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് അറിയാൻ സാധിച്ചേ. എന്നെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയതും എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ആർട്ട് ഇൻസ്റ്റലേഷൻ ആയിരുന്നു ഇത്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഫ്രിഡ്ജിലെ ഫ്രീസറിനകത്ത് കുറെ ഭക്ഷണ സാമഗ്രികൾ എടുത്ത് വെച്ചേക്കുന്നു. ഇത് കാണുമ്പോഴത്തേക്ക് ഇതിൽ അങ്ങനെ പ്രത്യേകമായിട്ട് കലാമൂല്യമുള്ളതായിട്ടൊന്നും തോന്നത്തില്ല. പക്ഷെ നമ്മൾ ഇവിടെ വന്ന് ഇതൊന്ന് നേരിട്ട് കണ്ട് ഈ ഒരു ഫ്രിഡ്ജിന്റെ അവിടെ നിന്ന് നമ്മളൊന്ന് ഫ്രീസറിലോട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലോട്ട് പല പല ചിന്തകൾ കടന്നു വരും. ഇത് നേരിട്ട് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഇതിലെന്തോ ഉണ്ട്, ഇതിലെന്തോ ഒരു അർത്ഥം ഒളിഞ്ഞിരിപ്പുണ്ട്, ഇതിലെന്തോ ഒരു ആത്മാവ് ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ നമുക്ക് വരും. ഈ ഒരു കലാരൂപം അല്ലെങ്കിൽ ഈ ഒരു ആർട്ട് ഇൻസ്റ്റലേഷൻ കണ്ടേ പിന്നെ ഞാൻ വീട്ടില് ഫ്രിഡ്ജ് തുറക്കുമ്പോഴും ഫ്രീസർ തുറക്കുമ്പോഴുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ചെയ്ത് വെക്കാനായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ കലയാണ്, കൊലയല്ല.